Hi guys, പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൈത്തൺ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് സീരീസ് ആണ്. ഒരു ജസ്റ്റ് ഇൻട്രഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഒരു സീരീസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ ഒരു സീരീസ് വരുന്നതായിരിക്കും. ഫ്രം സ്ക്രാച്ച് ടു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് ഈ ഒരു പൈത്തൺ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടുള്ള ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു സെഷനിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രഡക്ഷൻ, അതായത് പൈത്തണിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ പറയും. അതുപോലെ തന്നെ പൈത്തണിൻ്റെ ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ കോഡ് എഡിറ്റർ ഏത് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഫസ്റ്റ് പ്രോഗ്രാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രഡക്ഷനിലെ കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് പൈത്തണിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് നമുക്കുണ്ടായിരുന്നു. പൈത്തണിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പൈത്തൺ യൂസ് ചെയ്യുന്നു, ആരാണ് ഈ പൈത്തൺ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പൈത്തൺ ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗൈഡോ മാൻ റുസം എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ 1991 ഫെബ്രുവരിയിൽ എന്താണ് പുള്ളിക്കാരൻ ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഈ ഒരു പൈത്തൻ്റെ യൂസ് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൺ നമുക്ക് പല യൂസ് കേസും ഉണ്ട്. അതായത് വെബ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാം, ബ്ലോക്ക് ചെയിനിന് നമുക്ക് യൂസ് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് യൂസ് ചെയ്യാം, പല യൂസ് കേസും ഉണ്ട് നമുക്ക് ഈ ഒരു പൈത്തൺ. പിന്നെ സെക്യൂരിറ്റി കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ടീംസ് മെയിൻലി യൂസ് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റ്സും പൈത്തണിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് യൂസ് കേസ് ഉണ്ട് പൈത്തണിൻ്റെ. അപ്പോൾ നമുക്ക് പൈത്തൺ ഫ്രം സ്ക്രാച്ച് ടു അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ ബന്ധപ്പെട്ടോ പിന്നെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ ആ ഒരു ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിൽ. എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരും. 24/7 ആണ്. അതുപോലെ ഞാൻ മാത്രമായിരിക്കില്ല ക്ലിയർ ചെയ്യുന്നത്, നിങ്ങളെപ്പോലെ തന്നെ വീഡിയോ കണ്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും പല ഡൗട്ട്സ് വരാം, അവരും ക്ലിയർ ചെയ്ത് തരും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് സീരീസ് മാത്രമായിരിക്കത്തില്ല. ഇൻ ഫ്യൂച്ചർ നമുക്കിനി റിയാക്ട് ജെഎസ്, റിയാക്ട് നേറ്റീവ്, നോഡ് ജെഎസ്, പല ഫ്രെയിംവർക്സിൻ്റെയും നമ്മൾ സീരീസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ സെക്ഷനിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻട്രഡക്ഷനിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ആണ്. നമുക്ക് ബേസിക്കലി നമുക്ക് ഈ ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ python.org എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് പോവുക. ഈ സൈറ്റിലോട്ട് പോയതിന് ശേഷം ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു നെയിം ബാറിൽ ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ പോയിട്ട് ഇവിടെ പൈത്തൺ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ മതി. നിങ്ങൾ ഡൗൺലോഡ് സെക്ഷൻ്റെ അകത്ത് ഈ ഒരു പൈത്തൺ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ആഡ് പൈത്തൺ ടു എൻവയോൺമെന്റൽ വേരിയബിളും പിപ്പും അതിൻ്റെ അകത്ത് ചെക്ക് ബട്ടൺ കൊടുക്കാൻ ഉറപ്പാക്കുക. നിങ്ങൾ ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ഉറപ്പാക്കുക. ആഡ് പൈത്തൺ ടു ദി എൻവയോൺമെന്റൽ വേരിയബിൾസും അതുപോലെ തന്നെ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അത് രണ്ടും കൂടെ കൊടുത്തതിന് ശേഷം വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, ബേസിക്കലി ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാളേഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇൻഡെപ്ത് ആയിട്ടൊന്നും പോകുന്നില്ല എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നുള്ളത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കുക, നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, പിന്നെ രണ്ടാമത് വേണ്ട ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ഇതൊരു കോഡ് എഡിറ്ററാണ്. നമുക്ക് പല കോഡ് എഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ മെയിൻലി 3 കോഡ് എഡിറ്റേഴ്സ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. 1 വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, 2 പൈസാം, 3 വെബ്സ്റ്റോം. ഈ 3 കോഡ് എഡിറ്റേഴ്സ് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ഈ ഒരു സീരീസ് മൊത്തം യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാലും നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഹലോ വേൾഡ് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ പൈത്തൺ ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഫോൾഡറിൻ്റെ അകത്തോട്ട് കയറി.
ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു സീരീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പൈത്തൺ ഫയൽസും നമ്മൾ ഇതിൻ്റെ അകത്തായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട CMD തുറക്കുക. ഈ ഒരു സ്പെസിഫിക് ഫോൾഡറിൽ തന്നെ CMD ഓപ്പൺ ആക്കാൻ ഈ നേബാർ ഉണ്ടല്ലോ, ഈ നേബാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബ്ലൂ കളറിൽ വരും. അവിടെ നമ്മൾ CMD എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിഫിക് ഫോൾഡറിൻ്റെ അകത്ത് തന്നെ CMD ഓപ്പൺ ആയി വരും. നമുക്ക് ഈ ഒരു ഫോൾഡറാണ് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്ത് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോഡ് സ്പേസ് ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിലായിട്ട് തന്നെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ യെസ് ഐ ട്രസ്റ്റ് ഓത്തോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫയൽ കൊടുക്കുക. ന്യൂ ഫയൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണ ഹലോ വേൾഡ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഹലോ വേൾഡ് ഡോട്ട് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .py ആണ്. അപ്പോൾ .py എടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ആയി വന്നു. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ സ്ക്രീനിൽ കാണിക്കേണ്ടത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ printf ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ പൈത്തൺ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രിന്റ് ഫംഗ്ഷനാണ്. ഓക്കെ, പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വേണോ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ വേൾഡ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം. എന്നിട്ട് സേവ് ചെയ്യുക, Ctrl+S എടുക്കുക, സേവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ വരിക. ഈ ഒരു താഴെ ഈ ഒരു നീല ബാറിൻ്റെ ജസ്റ്റ് എഡ്ജിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ആരോ വരും. അവിടെ നിന്ന് വലിച്ച് മുകളിലോട്ടാക്കുക. ഓക്കെ, വലിച്ച് മുകളിലോട്ടാക്കുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിലാണ് നമ്മൾ ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ റൺ ചെയ്യാൻ ജസ്റ്റ് വേറെ ഒന്നുമില്ല, HELLO ഹലോ വേൾഡ് .py എന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആവും. കേട്ടോ, നമ്മൾ ആ ഹലോ വേൾഡ് പ്രോഗ്രാം റൺ ആയി. ഫസ്റ്റ് ഹലോ വേൾഡ് പ്രോഗ്രാം നമുക്ക് റൺ ആയിരിക്കുകയാണ്. ഒരു വീഡിയോ റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിൽ അത് ചോദിക്കുക. നമ്മുടെ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഡൗട്ട് ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾസ്, സ്ട്രിങ്സ്, അതുപോലെ തന്നെ നമ്പേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രം സ്ക്രാച്ച് ടു എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.